അല്ല നോക്കുക, ഇത് എന്നോട് ചോദിച്ചു ആദ്യം, ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. CBFC ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ തീരുമാനിച്ചു, അവർ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ വ്യക്തമാക്കും. അവർ ഇപ്പോൾ മാറ്റർ സബ്ജൂഡിസ് ആണ്, കോർട്ടിൽ അവർ തീരുമാനിക്കും, കോർട്ട് തീരുമാനിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ വെച്ചോളൂ. എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കാണുന്നത് ഞാൻ മുമ്പോട്ട് വയ്ക്കും. ഞാൻ നിങ്ങളുടെ വ്യൂ ചേഞ്ച് ചെയ്യാൻ ഞാൻ നടക്കാൻ പോകുന്നില്ല. ഞാൻ കാണുന്നത് ഏറ്റവും സിമ്പിളാണ് ഈ ഇഷ്യൂ. CBFC എന്തോ ഒരു തീരുമാനം എടുത്തു, അതിൻ്റെ എന്ത് ക്രൈറ്റീരിയൻ, എന്ത് ബാക്ക്ഗ്രൗണ്ട് അവർ കോർട്ടിൽ പറയും. അതിനെ അപ്പീൽ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനും മൂവി മേക്കേഴ്സിനും ഒരു അവകാശമുണ്ട്. അത് അവർ എക്സ്പ്രസ് ചെയ്യും. ഇതിൽ ഞാൻ അഭിപ്രായം ഞാൻ പറഞ്ഞത്, ഞാൻ ആ അഭിപ്രായം പറഞ്ഞു. ആ ഡിസ്പ്യൂട്ട് ലീഗലി വിജയിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ വിജയം എപ്പോഴാണ് തീരുമാനിക്കാൻ പോകുന്നത്? ഏതാ ഡേറ്റ്? എൻ്റെ കടമ എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു ദൗത്യം, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, പാർട്ടീൻ്റെ ആഗ്രഹം, ജനങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും. ഈ ഇഷ്യൂസ് വരുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതിന് സമർത്ഥമുള്ള ആൾക്കാർ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ അവർ ശരി, ഇന്ന് ചോദിച്ചില്ല, അതെന്താ വലിയ ഇഷ്യൂ അല്ലല്ലോ, ശരി, അത് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് 24 ചാനലിനോട് ചോദിച്ചാൽ മതി. അവരാണല്ലോ എല്ലാ ഇൻസൈഡ് ഇൻഫർമേഷനുള്ള ചാനൽ, അവരോട് ചോദിച്ചാൽ മതി. ഞാനത് കണ്ടില്ല, ഞാനത് അങ്ങനെ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. അവരെവിടുന്നോ എക്സ്പീരിയൻസ് ചെയ്തു, അവരോട് ചോദിക്കണം. നോക്ക്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയും ഉണ്ടാവില്ല. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞതാണ്, 26 മാർച്ച് BJPനെ NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ദൗത്യം, പാർട്ടീൻ്റെ ദൗത്യം, എല്ലാ പ്രവർത്തകരുടെ ദൗത്യം. അത് വലിയ ലീഡറാണോ, ചെറിയ പ്രവർത്തകരാണോ, പുതിയ പ്രവർത്തകരാണോ, പഴയ പ്രവർത്തകർ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം BJPനെയും NDAനെയും അധികാരത്തിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അങ്ങനെ ക്ഷണം കിട്ടിയോ, ഇൻവിറ്റേഷൻ അയച്ചോ, വന്നോ, ഇല്ല, നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ 2-3 ദിവസം ന്യൂസ് നടത്താം. അതിൽ ക്ലാരിഫിക്കേഷൻ അത് വേറൊരു മിസ്ഇൻഫർമേഷൻ. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടുത്തെ ആ ഒരു സെൻറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും റഷ്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് അവിടുത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിന്ന് ഡയറക്റ്റ്ലി DRDOൻ്റെ ഒരു സെൻറ്റർ ആക്കിയിട്ട് ആ സെൻറ്റർ മാറും. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും DRDOൻ്റെ എംപ്ലോയീസ് ആവും. അപ്പോൾ അവിടെ എന്താ ജോബ് സെക്യൂരിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു ഇഷ്യൂ കിട്ടി, VD സതീശൻ എഴുതി, അത്രേ ഉള്ളൂ. ഈ ജാനകി സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെൻസർ കോടതി സുരേഷ് ഗോപി തള്ളിപ്പറഞ്ഞു. പക്ഷെ അതിനെ എതിർക്കുന്നവരെ സുരേഷ് ഗോപി പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് ഈ സിനിമ അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം. ഞങ്ങളുടെ പൊസിഷൻ നിങ്ങൾ എമ്പുരാനെ പറ്റി ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇത് അല്ല അത് അദ്ദേഹത്തോട് ചോദിച്ചു. എനിക്കറിയുന്നത് ഇത് ഒരു ഡിസ്പ്യൂട്ടാണ്. CBFCയും പ്രൊഡ്യൂസേഴ്സും അവർക്കൊരു അവകാശമുണ്ട്. കോർട്ട് പോയിട്ടുണ്ട്, അവർ കോർട്ടിൽ തീരുമാനിക്കും. ഇല്ലല്ല, ഞാൻ സുരേഷ് ഗോപിയോട് സംസാരിച്ചു. സുരേഷ് ഗോപി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനൊന്നും കണ്ടില്ല, ഒരു കോൺട്രവേഴ്സിയും കണ്ടില്ല.